ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ തന്നെ ഞാൻ ഹോം സ്റ്റേയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ 5:30 പോകുന്നുണ്ട് പറഞ്ഞത്, ഇപ്പോൾ നേരൊക്കെ എടുത്തല്ലോ. അതെ ഫ്രണ്ട്സ്, ഞാൻ 5:30 എണീറ്റു. ഞാൻ 6 മണിക്കാണ് ഞാൻ എണീറ്റത് തന്നെ. 6 മണിക്ക് എണീറ്റു. ഇപ്പം സമയം വന്നിട്ട് 7:15. ഓക്കെ, ലേറ്റായിപ്പോയി. അപ്പം എന്നാൽ ഞാൻ പറഞ്ഞു പോകാൻ നേരത്തെ ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നേരം വെളുത്ത സ്ഥിതിക്ക് ഞാനെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇന്നലെ നമ്മൾ രാത്രിയല്ലേ കണ്ടേ. അപ്പോൾ നമുക്ക് ഇന്ന് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നലെ ഇവിടുത്തെ കാഴ്ചകൾ രാത്രിയാണ് കണ്ടത് അല്ലേ. അപ്പോൾ നമുക്കിന്ന് പകൽ കാഴ്ചകൾ കാണാം. പകൽ നമുക്ക് എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ താഴെ ഒരു കുഞ്ഞ് ഒരു കുറച്ച് വെള്ളമൊക്കെ പോകുന്നൊരു സംഭവം, പേര് എന്ത് പറയും, പക്ഷെ വായിലിപ്പോൾ വരുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം, മൊത്തം ഒന്ന് കാണിച്ചു തരാം. സൂപ്പറാണ്. എന്നാൽ രാത്രി വന്നപ്പോഴേക്കും ഇത്രയൊന്നും കാണാൻ പറ്റില്ല, ഇരുട്ടായിരുന്നില്ലേ. അപ്പോൾ ലൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നേരെ ഞാൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക്, അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ടാവും എവിടെയാണ് പോകുന്നതെന്ന്. അപ്പം ഓക്കെ, നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ ഗൈസ്, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി ഇനി വണ്ടി കയറട്ടെ, നേരെ. അപ്പോൾ ശരി. ഗൈസ്, നമ്മളിപ്പം ഇന്നലെ നമ്മൾ മല കയറി, ഇപ്പം മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. പച്ചിലകളുടെ മണവും ഒക്കെ ആയിട്ട് നല്ല വലിയ നല്ലപോലെ അടുത്തുനിന്ന് ഭയങ്കര ചൂട്. അത്രയും ഓടി വരുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. ഫുൾ ഹാർപ്പൻമെൻറ്റും ഒക്കെയാണ്. തലമുടിയൊക്കെ പുറക്കെയാണ്. കുറേ ദൂരം ട്രാവൽ ചെയ്തു. ഫുള്ള് കാട്ടിനകത്തിലായിരുന്നു. കുറച്ച് നേരം കാട് ഇറങ്ങി, പിന്നെ കുറച്ച് നേരം കാട്ടിനകത്തില്ല ട്രാവൽ ചെയ്തു. ഇപ്പം ഒരു കുഞ്ഞ് ജംഗ്ഷൻ അവിടെ നോക്കിയപ്പോഴൊരു കുഞ്ഞ് ഹോട്ടൽ, അങ്ങനെ അവിടെ കഴിക്കാനായിട്ട് കയറി ഇരിക്കുകയാണ്. പിന്നെ ഈ കൈയുടെ കാര്യം, കൈക്ക് വിരലിന് എന്ത് പറ്റിയത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, സമയം കിട്ടുമ്പോൾ പോലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പം ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒന്ന് പുറം ലോകം ഇപ്പോഴാണ് കണ്ടത്. ഇത്ര നേരം മലയും കുന്നുമൊക്കെ കയറി ഇറങ്ങി ഫുള്ള് കാടും മലയൊക്കെ ആയിരുന്നു. ഫുൾ അങ്ങനെയാണ്. നിരപ്പായിട്ടുള്ള ഒരു റോഡും ഇല്ല. ഇപ്പോഴാണ് ബൈപ്പാസ് കണ്ടത്. ആ റോഡിൽ നിന്ന് ബൈപ്പാസിലോട്ട് വന്ന് ഇറങ്ങി ഞാൻ പെട്രോൾ പമ്പിൽ ഇറങ്ങി പെട്രോൾ അടിച്ചു. വാഷ്റൂം എല്ലാവരും പോയേക്കുവാണ്, ഞാനും പോട്ടെ. അപ്പോൾ ഇനി കുറച്ച് ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. ഡാഡി റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇനി ഡാഡി ഡ്രൈവ് ചെയ്യും, ഞാൻ റെസ്റ്റ് എടുക്കും. ഓക്കെ ഫ്രണ്ട്സ്.
ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഫുള്ള് യാത്രയായിരുന്നു. രാവിലെ 7:30 തിരിച്ചതാണ്. ഇവിടെ ചിക്ക്മംഗ്ലൂർ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 7:30 തിരിച്ചതാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ കുറച്ച് മുന്നേ എത്തിയതേ ഉള്ളൂ. അപ്പോൾ എവിടെയാണ് എത്തിയെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഞങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അവസാനം പറയാം. ഓക്കെ, അങ്ങനെ ഇത്ര ദൂരം ട്രാവലായിരുന്നു. കിലോമീറ്റേഴ്സ് കുറച്ചേ ഉള്ളൂ എങ്കിലും അവേഴ്സ് കൂടുതലായിരുന്നു. ഡിസ്റ്റൻസ് മണിക്കൂർ ടൈം കൂടുതലായിരുന്നു. കാര്യം നല്ല റോഡല്ല, കുറച്ച് ദൂരം കാട്, മല, കുന്ന് ഇതൊക്കെ ഇറങ്ങി വരുന്ന റോഡാണ്. ഫുള്ള് കാടായിരുന്നു. കുറച്ച് ദൂരം മാത്രമേ ഹൈവേ ഉണ്ടായിരുന്നുള്ളൂ, NH ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫുള്ള് കാട് റോഡായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാട്ടിനകത്താണ് ഞങ്ങൾക്ക് ഇന്നലെ സ്റ്റേ കിട്ടിയത്. ഇന്ന് നല്ലൊരു സ്ഥലമാണ്, കൊള്ളാം, അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്, സെറ്റാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ റൂമിൽ. ഇന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇവിടെ കാറിൽ കറങ്ങുന്നതിനെക്കാട്ടിലും ബെറ്റർ സ്കൂട്ടറിൽ കറങ്ങുന്നതാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടർ മേടിച്ചു റെൻറ്റിന്. ഇനി സ്കൂട്ടറിൽ കുറച്ച് നേരം ഓടിക്കാമെന്ന് വിചാരിച്ചു. ഇനി സ്കൂട്ടറിൽ കുറച്ച് കറങ്ങിയിട്ടൊക്കെ വരാം. പാട്ടാണ് എന്ന് പറയണ ഫ്രണ്ട്സ്. ഒരു കിടിലം സൂപ്പർ ആംബിയൻസ് ആണ് എല്ലാ റെസ്റ്റോറൻറ്റിലും. ഓരോ റെസ്റ്റോറൻറ്റും ഒന്നിനൊന്ന് മെച്ചം, ഒന്നും വെള്ളത്തിലെന്ന് പറയാനില്ല. എല്ലാം അടിപൊളിയാണ്, സെറ്റ് വൈബാണ്. ഇവിടെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ ഗൈസ്, ഇതാണ് നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെയാണല്ലേന്ന്? ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. ഇവിടെ കുറച്ച് നൈറ്റ് ലൈഫ് ആണല്ലോ. കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് പോയി കുളിക്കണം, ഫ്രഷ് ആവണം, എഡിറ്റ് ചെയ്യണം, കിടന്നുറങ്ങണം. വന്നില്ല, ഓർഡർ ചെയ്തേക്കുന്നേ ഉള്ളൂ. വരട്ടെ. ഇവിടുത്തെ കുഞ്ഞ് ഷോപ്പാണ്. പക്ഷേ ഇതിന് കത്തി റേറ്റുകളുണ്ടോ? ലക്ഷണത്തെ കത്തി റേറ്റുകളാണ് ഗൈസ്. അങ്ങനെ റൂമിൽ വന്നു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി കിടന്നു. കാര്യം പുറത്തൊക്കെ പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴേക്കും 12 മണി, ഇപ്പോൾ 12:30 ആയി. ഇനിയിപ്പോൾ രാത്രി തല കുളിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നാളെ രാവിലെ പനി പിടിക്കും. നാളെ രാവിലെ കുളിക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്ത് കിടന്നു. അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ, നാളെ രാവിലെ ടൈമുള്ളതുപോലെ എഡിറ്റ് ചെയ്യാം. അപ്പം ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗോവയിലാണ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതുപോലെ ഇവിടെ 3 നൈറ്റ്സും 2 ഡേയുമാണ് സ്റ്റേ. ഇന്നും കൂടെ ചേർത്ത് 3 നൈറ്റ്സ്. ഓക്കെ, അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ട്രാവലിംഗ് വീഡിയോ അല്ലേ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. കാര്യം അതുമുതൽ ഇതുവരെ ഞങ്ങൾ വന്ന ഒരു ട്രാവൽ വീഡിയോ, വേറെ പ്രത്യേകിച്ച് കാണാനോ ഒന്നുമില്ല, ഒരു ട്രാവൽ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.